ആക്ടിവിറ്റി ഇതെല്ലാം വലുതായിരിക്കണം. സോ ആ സ്ലോട്ടിന് വേണ്ടി എല്ലാവരും കോമ്പീറ്റ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. റിക്രൂട്ട്മെൻറ്റ് ഒബ്വിയസ്ലി എനിക്ക് ടി വിയിൽ പ്രൗഡായിട്ട് ഞാനിപ്പോൾ പറയാം. നേരത്തെ ഒരു സമയത്ത് ഞാൻ PvP മറ്റേ ഇതെന്ന് പറഞ്ഞ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ടി വിയിൽ ഇനി എന്ത് ടൈപ്പ് പ്ലെയറിനെ എടുത്താലും അവർ RP കളിക്കും. അതുകൊണ്ട് RP പ്ലെയർ എന്ന് പറഞ്ഞ് എനിക്ക് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഒബ്വിയസ്ലി PvP നല്ല പൊട്ടൻഷ്യലും നല്ല കേപ്പബിലിറ്റിയും ഉള്ള ഒരു പ്ലെയർ തന്നെയാണ്. ഞാൻ ആദ്യത്തെ പ്ലെയറിനെ വെൽക്കം ചെയ്യാൻ പോവാണ്. റെഡി അല്ലേ? So we are welcoming Mass Alex Denver to TVA as TVA Alex. Welcome to TVA മോനെ. കൊണ്ടുവാടാ. റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക. So hi Alex. ഹലോ സുഖമല്ലേ? ഓ സുഖമാണ്. നിന്റെ പറച്ചിലൊരു സുഖമില്ലല്ലോ. ഹലോ ബ്രോ, ഹായ്. ഐ ആം ദ കോ-ലീഡർ ചന്ദ്ര ബോസ്. ഇത് നമ്മുടെ ഗോഡ് ഫാദറും ഗോഡ് ലീഡറുമായ ജോക്കി. ഓക്കെ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മുന്നേ കളിച്ച ഗ്യാങ് MRC. ഓക്കെ, അപ്പൊ പറഞ്ഞോ. നിനക്ക് എന്തെങ്കിലും താങ്ക് യു എല്ലാം പറയണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. ഓപ്പർച്യൂണിറ്റി കിട്ടിയതില് സന്തോഷമുണ്ട്. വേറെ ഒന്നും പറയാനില്ല. വേറെ ഇപ്പൊ എന്ത് പറഞ്ഞാലും പ്രശ്നമാ ജോക്കി. ഓക്കെ, വെൽക്കം. അങ്ങോട്ട് പോവാ, അകത്തോട്ട് പോവാ. കേറിക്കോ. ഇനിയുള്ള ഒരാളെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുന്നുള്ളൂ, ഇപ്പൊ വിളിക്കുന്നില്ല. വാ, അത് കുറച്ച് കൊമ്പുള്ള ആളാ. ഹൈപ്പ് കൊടുക്കൽ എനിക്ക് ഇഷ്ടമല്ലേ. ഇല്ല വലിയ ഹൈപ്പ് വേറെ കിട്ടാൻ ഇഷ്ടമല്ല. ഇല്ല അതേ പറഞ്ഞില്ല. അകത്തോട്ട് എല്ലാരും ബോബിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഓ അങ്ങനെ പറയണല്ലേ. ഒരു താല്പര്യമില്ല ബോബി, ഒരു താല്പര്യമില്ല. നമുക്ക് വെച്ച് ചെയ്താലോ ബോബേ? ബാബുന്നല്ല അതിന്റെ കാര്യം നിങ്ങളോട് പറയാം. അതെന്താ ഞാൻ പറഞ്ഞത്? അത് ഞാൻ പറയാം, എന്താ കാര്യം ഞാൻ പറയാം. എക്സ്പ്ലെയിൻ ചെയ്യും. ഗൈസ്, ഇത് ഞാൻ ഒരു വേറെ കാര്യം പറയാം. ഇത് പർച്ചേസ് ഒന്നും അല്ല. ഇത് പർച്ചേസും മണി ടോക്സും ഒന്നും അല്ല. അതായത് പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാർക്ക് നല്ല ഗ്യാങ്ങിൽ കളിക്കണം എന്നുള്ളൊരു ആഗ്രഹം എന്നും ഉണ്ടാവും. ദാറ്റ്സ് ഇറ്റ്. അതിന് മുകളിൽ എനിക്കൊന്നും പറയാനില്ല. വെൽക്കം ടു TVA Alex. ഡുവോർന്നാണോ? എടാ നിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് എങ്ങനെയാടാ? അവനെന്ത് അവനിനി റെഡ് മുടി, കട്ട റെഡ്. എനിക്ക് കാണുന്നില്ല അവനെ. ഇതിന്റെ ഇടയിലുണ്ട് ഡോർക്കിയുടെ ബാക്കി. ഹെൽമെറ്റ്. എടാ നിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എങ്ങനെയാ? ഹലോ, എടാ അതല്ല ജോക്കി, അലക്സ്. അപ്പൊ ഞാൻ തെറ്റിച്ചേട്ടാ. ഇന്ന് മുതൽ എടാ ഞാൻ ഓക്കെ, നീ ഓക്കെ അല്ലേ? ഓക്കെ.
കറന്റ് സിറ്റുവേഷൻ ഓഫ് സം ഗ്രൂപ്പ്. ഞാൻ പറയാം എടാ, എല്ലാരും സെറ്റിൽഡ് ആയിട്ടിരുന്നേ. കേസ് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഇനി പറയാനുള്ള കാര്യം, നോർമലി എല്ലാ വട്ടം ഞാൻ റിക്രൂട്ട്മെന്റ് വേണ്ടി മാറിയെന്ന് കുറച്ച് കാര്യങ്ങൾ പറയണതാ, അത് ഇന്നും അതുപോലെ തന്നെ കൂട്ടിയാൽ മതി. സോ ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയണത്, ഈ റിക്രൂട്ട്മെന്റ് ഇപ്പൊ കറന്റ് അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ പലവട്ടം നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ഭയങ്കര ഞാൻ എല്ലാ PvP സിനാറിയോസും കാണാറുണ്ട്. പക്ഷെ ഞാൻ TV-യിൽ ആരെയും പോയി അങ്ങോട്ട്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയി വിളിക്കാറില്ല. കളിക്കാൻ താല്പര്യം, TV കളിക്കാനുള്ള താല്പര്യമുള്ള പ്ലേയേഴ്സ് നമ്മുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്ത് പറയുകയാണ് ചെയ്യാറുള്ളത്, മനസ്സിലായോ? അപ്പം നമ്മുടെ സേതു ആണ് എനിക്ക് അലക്സിനെ റെക്കമെൻഡ് ചെയ്തത്. കാരണം ഒരു ദിവസം 8, 9, 10 മണിക്കൂർ TDM ഗ്രൈൻഡ് ചെയ്യണ ഒരു പ്ലെയറാണ് ഈ അലക്സ് എന്ന് പറയുന്ന പയ്യൻ. ആൻഡ് അവന് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അലക്സിനെ നമ്മുടെ അതിനകത്തോട്ട് റെക്കമെൻഡ് ചെയ്ത സമയത്ത്, സേതു റെക്കമെൻഡ് ചെയ്ത സമയത്ത് ഇതുപോലെ അവൻ്റെ കുറേ കാര്യങ്ങളും അവൻ്റെ കുറേ കറണ്ട് സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യമേ പറയുന്നുള്ളൂ, ഈ പറയണത് പോലെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഗ്യാങ്ങിൽ, റെപ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ RP വൈസ് ഒന്നും അല്ല, ബട്ട് സ്റ്റിൽ ഇപ്പം നിങ്ങൾ ഈ പ്രശ്നങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗ്യാങ്ങിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യനായതുകൊണ്ട് അവൻ്റെ വീട്ടിലും അവൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഈ പറയണത് പോലെ ഒബ്വിയസ്ലി ചോദ്യം വരും. നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ പെണ്ണേഴ്സും ഡ്രഗും അതും ഇതുമൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു ടാഗിൽ കളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് സെൽഫ് റെസ്പെക്റ്റ് ഉള്ള കുറച്ച് പ്ലേയേഴ്സ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായോ? അതിലൊരു കൂട്ടത്തിൽ ഇങ്ങനെ കൺഫ്യൂസ്ഡ് സ്റ്റേജിലായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരായിരുന്നു, അതിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൽ ഒരാളാണ് അവൻ. അപ്പം അവന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ഗ്യാങ്ങിൽ കളിക്കണം എന്ന് പറഞ്ഞു. സോ ഞാൻ ഒബ്വിയസ്ലി നോക്കുമ്പം ആക്ടിവിറ്റി വൈസ് ആണെങ്കിലും PvP വൈസ് ആണെങ്കിലും നല്ല കഴിവുള്ളൊരു പ്ലെയർ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തുവിടാ എന്നുള്ളൊരു കാര്യം എനിക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ചാൻസ് കൊടുക്കുന്നത്. ബട്ട് സ്റ്റിൽ TV-ക്കകത്ത് ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇടുക എന്നുള്ളൊരു സാധനം മാത്രമല്ലാതെ എനിക്കിത് കണ്ടിന്യൂസ് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ആൻഡ് എൻ്റെ ക്ലിയർ വിഷൻ എന്ന് പറയുന്നത്, എനിക്ക് PvP അല്ലെങ്കിൽ PvP എന്ന് ഞാൻ പറയണത് ഈ ഗെയിമിൽ വെടിവെക്കാൻ കഴിവുള്ള എല്ലാ അവന്മാർക്കും വേറെ ഏത് ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താലും അവന്മാർ കളിക്കും. കാരണം അങ്ങനെയാണ്. കാരണം ഇത് PvP, ഇതിനകത്ത് വലിയ കാര്യമില്ലാത്ത എയിം ഉണ്ടായിട്ട്. പക്ഷേ എൻ്റെ വിഷൻ എന്ന് പറയുന്നത് TV ഒരു GTA ഗ്യാങ് അല്ല, TV ഒരു GTA ഗ്യാങ് ആയിട്ട് മാത്രമല്ല എൻ്റെ വിഷൻ. കൂടിപ്പോയാൽ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, കുറച്ചുകൂടെ കഴിഞ്ഞ് ഈ ഒരു GTA 6 ഒക്കെ ഇറങ്ങാൻ പോവാണ്, പ്രീ ബുക്കിംഗ് വന്നു കഴിഞ്ഞു. ഇതിനി ഉടനെ ഈ പറയണത് പോലെ ഇതിൻ്റെ സർവേഴ്സൊക്കെ ചിലപ്പോൾ ഷട്ട് ഡൗൺ ആവാം, ക്ലോസ് ആവാം, എന്ത് വേണം ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ എൻ്റെ വിഷൻ കറൻ്റ്ലി PvPക്ക് വേണ്ടി GTA-ക്കകത്ത് കളിക്കാൻ വേണ്ടി മാത്രമല്ല എനിക്ക് പ്ലേയേഴ്സ് വേണ്ടെന്ന്. അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് അതിന് മുകളിലോട്ട് എനിക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനുള്ളൊരു താല്പര്യമുണ്ട്. ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ പ്ലേയേഴ്സ് എല്ലാവരും. സോ ദാറ്റ്സ് ഇറ്റ്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ വേറെ ഒന്നും ഇതായിട്ട് പറയുന്നില്ല. അവന് ഒരു ഓപ്പർച്യൂണിറ്റി നല്ലത് കിട്ടി. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം, ചിലപ്പോൾ ചില കണ്ടികൾക്ക് ചിലപ്പോൾ ഫ്രസ്ട്രേഷൻ വരും. മീൻസ് ഇവനെ വന്ന് തളർത്തിക്കളയാം, ഇവനെ വന്ന് കമൻ്റ് ഇട്ട് അതാക്കി കളയാം. ഞാൻ ഒരു കാര്യം പറയാം ബ്രോ, കൂടിപ്പോയാൽ കുറച്ച് പേര് വരും, അതിൻ്റെ ഒരു 40 ഇരട്ടി പേര് അവനെ ഇവിടെ ഇന്നും ഇട്ട് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവും. അപ്പോൾ അതറിഞ്ഞിട്ട് വേണം നീയൊക്കെ വന്ന് മെസ്സേജ് ഇടാനും അവൻ്റെ അടുത്ത് ചിലയ്ക്കാൻ വരാനും. ഓക്കെ, അപ്പോൾ എനിക്ക് അത്രേ പറയാനുള്ളൂ. ആ സമയത്ത് നിൻ്റെയൊക്കെ അണ്ണന്മാരുടെ ഇതിനകത്ത് പോയി എന്തെങ്കിലും കമൻ്റൊക്കെ ഇട്ട് അവരെ സന്തോഷിപ്പിക്കാൻ നോക്കുക. വെറുതെ നിങ്ങളുടെ വിലയേറിയ എഫേർട്ട് കളയരുത്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ആ ഇന്നലെ വാർ നടക്കൽ പറഞ്ഞപ്പോഴത്തേക്ക് സിറ്റിയിൽ എവിടെ ഇന്നലെ എല്ലാരും ഇന്നലെ ഒരുത്തനെ കണ്ടില്ലല്ലോ ഇവിടെ. നിനക്കൊക്കെ കാണാൻ പോയൊക്കെ എവിടെ എപ്പോ ഉണ്ടായിരുന്നു? എന്റെ ലിസ്റ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നീ അതിന് ഗ്യാങ്സിലോട്ടിലുണ്ടോ? അല്ലടാ, ഇല്ലെങ്കിലും നമ്മളെ കൂടെ കയറി ഞാൻ ഗോൾ അടിക്കല്ലേ? നിനക്ക് ഗോൾ അടിക്കാനുള്ള പോസ്റ്റ് ഒഴിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ നിന്നെ ഇത് കഴിഞ്ഞിട്ട് അടിപ്പിക്കാം. അപ്പൊ അലക്സ് ഒന്ന് വരുമോ? അലക്സ് എന്തിടാ? ഇതാണാ? ഓ, നിന്റെ മുടിയും ഇത് നിന്നെ മനസ്സിലായി തുടങ്ങണല്ലോ കേട്ടാ. ചന്ദ്ര, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ ചന്ദ്ര. ഇവിടത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും ഒരു മനസ്സും ഒരു ശരീരവും ഒരു മനസ്സും കുറെ ശരീരങ്ങളാണ്, മനസ്സിലായില്ലേ? നമ്മുടെ ഒരേപോലെ നമ്മൾ ചിന്തിക്കുന്ന എല്ലാരും. ഇപ്പൊ എക്സാമ്പിൾ
ഇപ്പൊ ഏബലിന്റെ തന്നെ നമ്മളിപ്പോ ഒരു കാര്യം, അതായത് ഏബലിങ് വാ എടാ കൊട്ടവാസു എന്നെ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വെൽക്കം പറഞ്ഞു കൊടുത്ത ഏബനെ വെൽക്കം ടു സ്ട്രീമ. എടാ ഏബല നീ പറ ബോസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സിറ്റിയിലെ മെയിൻ ഒരു സംഭവം. തോക്ക് വേണേ തോക്ക്, ആരെ പരിചയപ്പെടണമെങ്കിൽ ആൾക്കാരെ പരിചയപ്പെടാം. ബോസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആണ് എടാ എന്നെ പറ്റി എന്താ പറഞ്ഞ ഇത് എന്താണ് ഇത്? ഇതാണ് ബ്രോ ഞാൻ പറഞ്ഞത്. അതായത് നമ്മളെല്ലാരും ഒരേ മനസ്സും രായനൊന്ന് ചന്ദ്രനെ പറ്റി 2 വാക്ക് പറഞ്ഞു കൊടുത്തേ. ഞാൻ പറയട്ടാ, നീ ഞാനൊന്ന് പറയാം. ഭൂലോക ഫ്രോഡ് വേറൊരുത്ത ഇല്ല ഈ സിറ്റിയിൽ, ഇല്ല സിറ്റിയിലും ഇല്ല. ഒരേ മൈൻഡ് സെറ്റ്. എപ്പോ കഴിഞ്ഞാൽ ഇവിടത്തെ ജട്ടി അടിച്ചു മാറ്റാൻ എല്ലാത്തിനും ഒരു പ്രൈസ് ഉണ്ട്. പിന്നെ ഇവിടെ നിൽക്കണ കസാരയ്ക്കും അവിടെ ഇരിക്കുന്ന ലാപ്ടോപ്പും നിന്റെ മുഖത്തും നിന്റെ കണ്ണാടിക്കും അവനൊരു പ്രൈസ് ഉണ്ട്. എപ്പോ വേണം തൂക്കി ഒരു പീസ് എടുത്ത നമുക്ക് വാസം ഉണ്ട് ആളല്ലേ? പീസ് എടുത്ത നമുക്ക് വാസം ഉണ്ട് ആളല്ലേ? ഇല്ലടാ അതൊക്കെ എന്തിനുണ്ട് പറയാൻ പറ്റുള്ളൂ. അലക്സ് അപ്പൊ വെൽക്കം ടു ടിവിയെ. ഇരിക്കുന്ന എല്ലാരും ഇന്ന് തൊട്ട് നിനക്ക് ബ്രദേഴ്സ് ആയിരിക്കും. ഞങ്ങൾ എല്ലാരും പുറത്തും ഇവിടെ എല്ലാം കൂടെ ഉണ്ടാവും, എന്തിനും ഏതിനും. നമ്മളൊന്ന് ഫിൽട്ടർ ചെയ്തിട്ട് ഇതിന്റെ അകത്തോട്ട് എടുക്കത്തുള്ളൂ കേട്ടോ. നമ്മളൊന്നും നോക്കുന്നില്ല. നീ നമ്മളെ അതെന്താന്ന് വെച്ചാൽ പുതിയൊരു റൂളാണ്. ഗ്യാങ് റിക്രൂട്ട്മെന്റ് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് ഗേൾ ഫ്രണ്ടേ പാടില്ല. അല്ല ഒരാഴ്ച ഒരു മാസത്തോളം ആക്കിയത്. അത് നമ്മൾ ഇവിടെ കമ്മിറ്റ്മെന്റോ റിലേഷൻഷിപ്പോ ഒന്നുമില്ല. ഇവിടെ വേറെ കുറെ അവന്മാരുടെ ആക്ടിവിറ്റീസ് കണ്ടത് ഒരു മാസത്തിലോട്ട് എത്തിച്ചു നമ്മള്. ഗ്യാങ് വന്ന് തരിപ്പന്മാര് ഗ്യാങ് ലീഡറിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഗ്യാങ് വന്ന് ഈ ഗ്യാങ്ങിന്റെ ലീഡറിനെ കോ ലീഡറിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് നാട്ടിലെ സകലമാന പെണ്ണുങ്ങളോടെ പരിചയപ്പെട്ട് സെൽഫി എടുത്തിട്ട് അതിനുശേഷം ഈ റൂള് കൊണ്ടുവന്നേക്കുന്നത്. ഒരു മാസം മോണിറ്ററിംഗ് പീരീഡ് ഉണ്ട്. ആ മോണിറ്ററിംഗ് പീരീഡില് കമ്മിറ്റഡ് ആയാൽ ടി.വി എടുത്ത് കളയുന്നതായിരിക്കും മോണിറ്ററിംഗ് പീരീഡ്. അപ്പൊ അലക്സ് വേറൊരു കാര്യം നമ്മള് സാറ്റലൈറ്റ് വഴി അറിഞ്ഞായിരുന്നു, അല്ലാതെ അറിഞ്ഞായിരുന്നു. അലക്സ് ഒരു നല്ല പാട്ടുകാരനാണെന്ന് നമ്മൾ അറിഞ്ഞ്. അപ്പൊ അലക്സ് ഒരു കിടില പാട്ടുകാരനാണ്. അപ്പൊ അലക്സിനെ നമ്മൾ ഒരു പാട്ട് പാടിച്ച് തന്നെ അങ്ങ് തുടങ്ങാം ടിവിയില്. 83 റേഡിയോയിൽ കണക്ട് ചെയ്തൊരു പാട്ട് പാടും. നിനക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാം. ഹെഡ്ഫോൺ ഊരിട്ട് കെവിൻ അടുത്ത ആഴ്ച വരുന്നുണ്ടെങ്കിൽ 4 മാസം കഴിഞ്ഞതിന് ശേഷം സ്ലോട്ടിലിടാം. 4 മാസം പരക്കെ സംസാരം കേട്ട് ഇന്ന് തരിപ്പ് കേറല്ലോ. പറഞ്ഞൂടെ? അല്ലല്ല, ഞാൻ എന്റെ കാര്യം പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇന്നങ്ങ് ഭയങ്കര തരിപ്പ്. എനിക്ക് മൊത്തത്തില് എനിക്ക് കുറെ ആൾക്കാർ ഇവിടെ വന്ന് ചട്ടി കൊട്ടാ വട്ടാ പൊട്ടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങൾ ഇവിടെ. പിന്നെ കാണുമ്പോ തന്നെ എന്തിനു സന്തോഷം അറിയോ? അയ്യോ കഴിക്കാൻ പറ്റിയ സാധനാ. പോയോ? ഹലോ സൈലന്റേക്കൂടെ പാടോ മിണ്ടായിരിക്കും. റേഡിയോ പാടിക്കോ. തളിർമോഹം വരം മിഴിക്കൊമ്പിൽ കുളിർനാണം കലിവാർന്ന നോപ്പാട്ടിൻ
തെളിവാർന്ന വാക്കിനുണ്ടോ ഒരു കാവ്യരാഗ ശില്പം എൻ പ്രാണസങ്കടം സാഹബ 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 ಇನ್ನೇದು ಬೇಗ ತೂದು ಕಾದು ನಿಲ್ಪೋ ಸಾಹಬ ಇನ್ನೇದು ಲೋಲಗಾനം പാടി നിൽപ്പോ ഇന്ന് തന്നെ കിക്ക് ചെയ്യണം. മുന്നിലെ സാഗരം മുഖമായി പറഞ്ഞു പിന്നിലാ ചന്ദനം വേദനായി പിന്നിലോ എന്റെ പൊന്നോ നീ ഇത്ര അടിപൊളിയായിട്ട് പാട്ട് പാടുമായിരുന്നു. ക്ലാസിക്ക് പഠിച്ചിട്ടുണ്ടോടാ? നിന്നെ വാസനോടെ കിണ്ടോടാ ഞാൻ ഇവിടെ വെറുതെ PVP ആയിട്ടേ പാട്ടോടെ കഴിവില്ലാതെ വന്നവന്മാർക്ക് ഒരു 2 ദിവസത്തിൽ പെണ്ണ്. ഇവനൊക്കെ നാളെ തൊട്ട് പെണ്ണായിരിക്കും, ഒരു സംശയമില്ല. ഞാനൊക്കെ അവിടെ നിൽക്കുമ്പോ അലക്സ് ഭയങ്കര കിടലോടെ അടിപൊളി അടിപൊളിയാണ് ബോബെ അടിച്ച് തിരികെ ബോഡി ടെമ്പറേച്ചർ. എടാ നീ പഠിച്ചിട്ട് ഇതെന്താ? ഹലോ ശരി ശരി ശരി. എടാ നീ പാട്ട് പഠിച്ചിട്ടുണ്ടോ അലക്സേ? ഓ പഠിച്ചു പഠിച്ചിട്ടുണ്ടോ? ക്ലാസിക്കൽ എത്ര വർഷം? 7 വർഷം 8 വർഷം. ഓ എടാ നീ എന്നിട്ട് വേറെ പാട്ടൊന്നും പാടി പോസ്റ്റ് ചെയ്യാറൊന്നുമില്ല? പോസ്റ്റ് ചെയ്യാറൊന്നുമില്ല. ഡ്യൂട്ടി ഞാനും പാടാറുണ്ട്. ഡ്യൂട്ടി സൂപ്പർ സൂപ്പർ. നീ മറ്റേ റാപ്പ് മറ്റേ തെറിപ്പാട്ടല്ലേ പാടറ? അത് ചെറുക്കൻ്റെ കൽബേ ഡ്യൂറ്റടി കൽബേ 100% സപ്പോർട്ട് ബാക്ക്. എടാ നീ ഇങ്ങനെ ഇത്രയും കഴിവ് 7 വർഷം പഠിച്ചിട്ടൊക്കെ നീ ഇത് കെട്ടിപ്പൂട്ടി വെച്ചോ കേട്ടോ. എങ്ങും ഇടരുത് കേട്ടാ, ഭദ്രമാക്കി വെച്ചേര്. ഇനി രക്ഷപ്പെടും. ഇനി ഞാൻ പറഞ്ഞില്ലേ എടാ ഞാൻ നീ PVP ഒന്നും കളിക്കണ്ട, നീ PVP ഒന്നും കളിക്കണ്ട, നീ PVP കളിക്കണ്ട. നീ പാട്ടൊക്കെ പാടി നീ കരിയർ സെറ്റ് ആക്ക് ഫസ്റ്റ്. പഠിച്ചിട്ടുണ്ടോടാ? ഒരു പാട്ട് പാടണേ സാവേജ്, എല്ലാവരുടെ റിക്വസ്റ്റ് ആണ്. സാവേജ് പാടും. ഞാൻ ഗിറ്റാർ പിടിക്കാം. ഞാൻ ഗിറ്റാർ പാട്ട് വെച്ച് കഴിഞ്ഞാൽ നീ കൊണ്ട പാട്ട് വെക്കില്ല സമയം 21. ഇത് ഞാനല്ല ഇത് വേറെ ആരോ. മറ്റേ മൈക്കില് പാട്ടിടണം. സൗണ്ട് ബോർഡ് എടുക്കാൻ പോയിക്കാ അതല്ലേ ഇത്ര രീതിയിലേ. അതാ നാണല്ലോടാ നിനക്ക്, നാണല്ലാത്തവനെ. ഗിഫ്റ്റ് എന്ത് കിടിലല്ലേ? റേഡിയോ പാടേ സമയത്ത് റേഡിയോയിലില്ല. റേഡിയോ ഇവിടെ ഷൗട്ടിട്ടോ. റേഡിയോയിൽ ഗിറ്റാർ എടുത്തോട്ടെ ഒരു മിനിറ്റ്. ഗിറ്റാർ പിങ്ക് നീ ശരിക്കും പാടിയില്ല, നിന്റെ മറ്റേ പാട്ട് ഞാൻ ഇടും. ഇതെന്തിരി വിത്താറുത്? ഹലോ അണ്ണേ മറ്റേ അത് ഇത് LGBT ഗിറ്റാർ ഇട്ടാ. ഇതാണ് എല്ലാരും സൈലന്റ് ആയി ഒന്ന് പാടട്ടെ. അഴകോ അല്ലുത് മുക്കണേ ബന്ധാരത്തിന്റെ ഒരാഴ്ച സസ്പെൻഷനെ. നീ എല്ലാവരും ഇതൊക്കെ വിശ്വസിക്കണം. നോയിസ് ക്യാൻസലേഷൻ അത് ഓഫ് ആക്കാദ്യോ.
മുച്ചിരി പാടുണ്ടോ ഇതിന്? നല്ല രസമുണ്ട് നല്ല രസമുണ്ട് നല്ല രസമുണ്ട് മുച്ചിരി 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 ഒന്ന് പാടിക്കൊടുത്ത മുച്ചിരി ഒന്ന് പാടിക്കൊടുത്ത് പാടി കാണിച്ചു കൊടുക്കാം ഇവന്റെ ഒത്തിരി പാട്ടൊന്നുമില്ലല്ലോ, ഇവന്റെ ഒത്തിരി ആമ്പിളാരെ പോലെ പാടി കാണിച്ചു കൊടുക്കാം മുച്ചിരി ഇപ്പൊ 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 നിനക്കറിയാം അന്ന് പാടിയത് വാസു ആ പറ ജോക്കി ഒന്ന് കണ്ടുപിടിച്ചു ഒന്ന് കരിയും. അല്ലല്ല ഞാൻ എന്നാ ഒരു കാര്യം പറയാം നിങ്ങളെല്ലാം നിങ്ങളുടെ മൊറൈൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ജോഗിയെ കൊണ്ടൊരു പാട്ട് പാടിക്കും ജോഗി ഒരു പാട്ട് പാടി ഞാനത് മുള്ളാൻ വേണ്ടി പോവാ നീ. ജോക്കി ഒരു പാട്ട് പാടി ജോക്കി ഒരു പാട്ട് പാടിട്ട് പോ. ഞാൻ പാട്ട് പാടാന്ന് പറയുന്നത് ഒരു പാട്ട് നമുക്ക് വേണ്ടി ചോദിക്കണം. അണ്ണൻ പാടണ്ണ അണ്ണൻ ഇല്ല, ഞാൻ ശരിക്കും പറഞ്ഞ അണ്ണനാണ് ഇപ്പൊ പാടണ്ടത്. ഇല്ല, ഞാൻ പാടില്ല. അണ്ണനാണ് പാടണ്ടേ അണ്ണനാണ് ഇപ്പൊ പാടണ്ടേ അണ്ണനാണ് ഇപ്പൊ പാടണ്ടേ എടാ, 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 ബോസണ്ണ എനിക്ക് പാടണമെങ്കിൽ എനിക്ക് നേരെ അങ്ങ് പാടിയാ മതി കേട്ടാ ഇല്ല ഞാൻ പാടത്തില്ല ഇനി ഞാൻ കൊന്നാലും പാടത്തില്ല അണ്ണ അത് ചന്ദ്രു പാടാണ്ടിരിക്കാൻ പറ്റില്ല അറിവല്ലേ ഞാൻ വേറെ കാര്യം പറയാം അതങ്ങനെയാണ് എടാ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം അപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് പറയുവാണേ അങ്ങനെയാണെങ്കിൽ എടാ ഞങ്ങളുടെ ഈഗോ ക്ലാസ് ഒക്കെ ഞങ്ങൾ പാട്ട് പാടാൻ അറിയാവുന്നവർ തമ്മിൽ തീർത്താ പോരെ അത് കഴിവില്ലാത്തവന്മാർക്ക് ആ സമയത്ത് മാറിയിരിക്കല്ലേ വേണ്ടത് മാറിയിരിക്കണം ഞങ്ങള് പാട്ട് പാടാൻ അറിയാവുന്നവർ അങ്ങോട്ട് കൊണ്ട് പാടിക്കോളാം ആക്ച്വലി പാടുവണ്ണ അത് നീ ഒരു പാട്ട് പാടി പൈസ കൊടുത്ത് നിക്കണം ലൈബ്രറി കൂടെ. ഞാൻ എന്തോ ഓർമ്മ കണ്ടല്ലോ, ഞാൻ എന്തോ ഓർമ്മ കണ്ടല്ലോ. ഏബല് പാടുവണ്ണ ഏബല് പാടും അത് നീ ഒരു പാട്ട് പാടി കേക്കട്ടെ ഞാൻ ബാത്റൂം സിംഗറാ. അല്ല ആ മൈൻഡ് വരണമല്ലോ വസണ്ണ നല്ല പാടാൻ ബോബെ എനിക്ക് ഏബലിനെ പറ്റി എന്തോ എടാ, പറയാം. അല്ല വർഷങ്ങൾക്ക് ശേഷമുള്ള ബോബ് സ്റ്റാറിന്റെ കമ്പാക്ക് ആണ് ബോബ് സ്റ്റാറിന് ഞാനൊരു ബോബ് സ്റ്റാർ ഒരു റാപ്പ് ഒരു അംശം വേണ്ട നീ റാപ്പ് പാടിയത് അംശം പാടാം എടാ സൈലൻസ് കീച്ചളിയാ. അല്ലെ റേഡിയോയില് പാടില്ലേ വിട്ട് വിട്ടേക്കുന്നേ എടാ സൈലന്റ് കേക്കോ ആരാടാ പാതാളം നൂറായാലും നീ എന്നെ വന്ന് കളിച്ചാലും പെണ്ണെന്നെ കടിച്ചാൽ ഞാൻ മുളകായി മാറും ഇല്ല നീ ഒന്ന് പിടിച്ചാൽ ഞാൻ ഇല്ലാണ്ടാകും മനസ്സിലെ ഒരു കെട്ടുന്നൊരു വരുത്തി അവതാരം മനസ്സിലെ അടിച്ച് അടുത്തി അവതാരം എടാ നീ ഒരു മര്യാദക്ക് ഒരു റാപ്പ് പാടിയടാ ഒരു മര്യാദക്ക് ഒരു റാപ്പ് പാടിക്കപ്പിച്ചടാ ഏതായാലും മലയാളം റാപ്പ് മലയാളം ഏതാണ് എനിക്ക് സത്യം പറയാം ഏതാ നീ നന്നായിട്ട് അറിയാവുന്ന ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കപ്പിച്ചേ അന്ന് കീച്ചത് അത് കീച്ച് ഏതാടാ പറ ഏതാന്ന് പറയടാ നമ്മുടെ ട്രാക്കിന് പാടിക്കോളാം നമ്മുടെ പാട്ട് രണ്ടുപേരും പാട്ടുണ്ട് ഇറങ്ങാൻ എക്സ്ക്ലൂസീവ് എന്റെ ബോബിന്റെ ഇറങ്ങാൻ പോകുന്ന ട്രാക്ക് ഞങ്ങളൊരു 2 വരി എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി പാടി പോവുകയാണ് പാട്ട് എഴുതിയതും പാട്ട് എഴുതിയതും കമ്പോസ് ചെയ്തതും എല്ലാം ബോബ് സ്റ്റാർ ആലാപനം ബോബ് സ്റ്റാർ ഈഗിൾ ഗെയിമിംഗ് ഫൈനൽ മിക്സ് ആൻഡ് മാസ്റ്റർ ബൈ 68 ബീറ്റ് ഒന്നുമില്ലാത്തോണ്ട് നിങ്ങൾക്ക് ചിലപ്പോ അലമ്പായിട്ട് തോന്നേ. ഓടി ഓടി എന്റെ കാലുമെല്ലാം തളർന്ന് ചാടി ചാടി എനിക്ക് എന്നെ തന്നെ മടുത്ത് ഓടി ഓടി എന്റെ കാലുമെല്ലാം തളർന്ന്
ചാടി ചാടി എനിക്ക് എന്നെ തന്നെ മടുത്ത് കള്ളനല്ല കൊള്ളക്കാരനും കൂട്ടിക്കൊടുത്ത തറവാട്ടിയിലെ തമ്പുരാനുമല്ല ഞാൻ മുന്നിൽ നിന്ന് എന്നെ പിന്നിലോട്ട് വലിച്ചിട്ട് വട്ടം കൂടി നിന്ന് പരസ്പരം പഴിച്ചു. ആണാ ഇത് എടാ നീ അവിടെ തന്നെ പാടിയല്ലോടാ, അതല്ലടാ കുറച്ചുകൂടെ മറ്റേ പാടായിരുന്നടാ, നീ എന്താ ഇങ്ങനെ പാടിയത്? എടുപിടി നായോണ്ടാണ്. എന്നാ അതൊക്കെ ശരിക്കും സർപ്രൈസ് ആ, ഇത് മതി ഇത് മതി. ബാക്കി ഞങ്ങള് വീറ്റൊക്കെ ഇട്ട് പഠിക്കും വേണ്ടിട്ടോളാം അല്ലേ? കേട്ടതാണ്. ഓടി ഓടി നമുക്ക് ഇങ്ങനെയല്ല ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ ട്രാൻസ്ഫോർമേഷൻ അടിക്കാം. അതെ, ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ട്രാൻസിഷൻ ട്രാൻസിഷൻ അടിക്കാം. ട്രാൻസിഷൻ പറഞ്ഞ പാട്ട് പാട്ടോ കോലിഡർ നിന്റെ അലങ്കൃതം നിർത്തണേ. അപ്പൊ ഒരു പാട്ട് വരട്ടെ. എന്താണ്ടൊക്കെല്ലാരും ഇത്രയും പ്രായമുള്ള ഒരാളാണ് ഈ പാട്ട്. നമ്മൾ കയ്യിലെടുത്ത് പൊക്കുക അങ്ങോട്ട്. ഇതൊക്കെ എന്ത് ഇതൊക്കെ നോക്കി എനിക്ക് മനസ്സിലാവണില്ല. എടാ പിന്നെ ഒരു കാര്യം നമുക്ക് ആക്ച്വലി ഇന്ന് 2 റിക്രൂട്ട്മെന്റ് ആണ് പറഞ്ഞിരുന്നത്. രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് എന്ന് പറയണത് കുറച്ച് അതൊരു ഭയങ്കര എന്നുവെച്ചാ എന്താ പറയാ, ഭയങ്കര ഒരു ഇനി ആ സ്ലോട്ട് ഫില്ല് ചെയ്യണം. നമുക്ക് ആ സ്ലോട്ട് ഫില്ല് ചെയ്യുമ്പോൾ അത്രയും നല്ലൊരാളെ നമുക്ക് കൊണ്ടുവരണം. തൽക്കാലം എല്ലാരും ഞാൻ പറഞ്ഞു പറ്റിച്ചാണ്, അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് ഇല്ലെന്ന് ഒരു റിക്രൂട്ട്മെന്റേ ഉള്ളൂ. അത് ശരിയാ, അത് വലിയൊരു ശരിയാണല്ലേ. പിന്നെ കളറല്ലേ ആദ്യത്തെ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ പിന്നെ കഴിഞ്ഞ് എവിടെ എന്തൊക്കെയുണ്ട് അലക്സേ, സുഖമാണോ? പണ്ട് വാസവനെ എനിക്ക് ഇവരുടെ ഒരു ഹിസ്റ്ററി